ഇനിയെങ്കിലും പറയേണ്ട ആദ്യം എന്താ പറ്റിയെന്ന്. സത്യം പറഞ്ഞാൽ നിന്നെ ഒന്നും ചെയ്യത്തില്ല. ഞാൻ അവളെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവൾ പറഞ്ഞ സ്പീഡിലാട്ടണം. ഞാൻ സ്പീഡിലാട്ടിയപ്പോൾ അവൾ പറഞ്ഞു അതുപോലെ അതിൽ സ്പീഡിലാട്ടണമെന്ന്. അപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ഒറ്റ സ്പീഡിലാട്ടിയപ്പോൾ ഊഞ്ഞാലാകാശത്തുണ്ട്. പക്ഷെ അവൾ അവിടെ ഇല്ല. നോക്കിയപ്പോൾ ചക്ക വെട്ടിയിട്ടേക്കുന്ന പോലെ താഴെ കിടക്കുന്നു. എന്തായാലും നീ ആകാശം കണ്ടല്ലോ. ഇനി ഒരു കാര്യം ചെയ്യാം, മേലോട്ട് നോക്കി കിടന്നു നന്നായിട്ട് കാണാം ആകാശം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. നീ എല്ലാരും കൂടെ ചേർന്ന് ഏറി കയറ്റും. എന്റെ ദൈവമേ, എന്റെ ഒരു വിധി. ഏത് നേരത്താണോ ഈ പെണ്ണിന് ഊഞ്ഞാലി കയറ്റാൻ തോന്നിയത്? ഷോ, എന്റെ ദൈവമേ, എന്റെ തമ്പുരാട്ടിക്ക് ഇതെന്താ പറ്റിയത്? ആരാണോ എന്റെ കൊച്ചിനെ തെള്ളിയിട്ടത്? എന്തിനാടാ മോനെ നീ കുഞ്ഞിനെ തെള്ളിയിട്ടത്? നീ എന്താ നീ കാണിച്ചേ? കണ്ടോ കുഞ്ഞിന്റെ അവസ്ഥ? ഇതല്ലേ അമ്മൂമ്മ എപ്പോഴും പറയുന്നത്, കളിക്കുമ്പോ ശ്രദ്ധിക്കണമെന്ന്. അപ്പൂപ്പന്റെ തമ്പുരാട്ടിയെ, അപ്പൂപ്പന്റെ പോന്നെ, മോൾക്ക് എന്താ പറ്റിയേ? ഓട്ടടാ, അപ്പൂപ്പന്റെ മോളിന് പെട്ടെന്നെല്ലാം മാറും കേട്ടോ. എന്നെ ആരും ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നത്. പോടാ കഥ, കൊച്ചിനെ നിന്ന് തെള്ളിയിട്ടിട്ട് അവന്റെ ഡയലോഗ്. ശരി, അപ്പൂപ്പൻ ഇപ്പൊ കൊണ്ടുവരാം. അപ്പൂപ്പ എനിക്കൂടെ കൊണ്ടുവരാം. ഞാനാ ബൂബ, ആമിയെ കാണാൻ നല്ല രസമുണ്ട്. എന്നെ തെള്ളിയിട്ടിട്ട് അവന്റെ ഒരു ഞാനാണ് പൂപ്പ. ഞാൻ എണ്ണീക്കത്തെ അടുത്ത് നീ കയ്യും കാലോടി നീ എവിടെ കിടക്കുന്നത്? ചേട്ടന്റെ പൊന്നല്ലയോ, ചേട്ടനെ തെള്ളിയിടല്ലേ, ചേട്ടൻ കുഞ്ഞിന്റെ കൂടെ വന്ന് കിടക്കാം. എന്റെ കീഴി വന്നിരിക്കുവോ സോപ്പിടാനായിട്ട്? ഞാൻ എഴുന്നേക്കട്ടെ, നിനക്ക് വെച്ചിട്ടുണ്ട്. സോറിടാ, ചേട്ടൻ അറിയാതെ ചെയ്തു. നിനക്ക് നിന്നെ തെള്ളിയിട്ടാലേ പ്രശ്നം തീരത്തോളം തെള്ളിയിട്ട്, പക്ഷെ പതുക്കെ തെള്ളിയിടാവേ. ഞാൻ നിന്നെ പെതുക്കെ തള്ളത്തുള്ളൂ. ഞാൻ നിന്നെ പെരേര മണ്ടയ്ക്കൂന്ന് പെതുക്കെ തള്ളാം.